നമസ്കാരം. ഒന്നാം സ്ഥാനം ഏത് നിമിഷം വേണമെങ്കിലും മാറി മറിയാമെന്ന് ഞാൻ കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഇത്തവണ സംഭവിച്ചിരിക്കുന്നത്. 2024 ഒക്ടോബർ മാസത്തിൽ ഇന്ത്യയിലുടനീളം വിറ്റഴിച്ച ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ ടോപ്പ് 10 സെയിൽസ് റിപ്പോർട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ സെയിൽസ് നോക്കാം. 1,43,713 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിൽപ്പനയാണ് ഒക്ടോബർ മാസത്തിൽ ഇന്ത്യയിൽ മൊത്തമായി നടന്നത്. മന്ത് ഓൺ മന്ത് സെയിൽസ്, അതായത് കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 36% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസ്, അതായത് കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തെ വിൽപ്പനയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 3.2% വളർച്ചയാണ് കൈവരിക്കാൻ സാധിച്ചത്. കൈനറ്റിക് ഗ്രീൻ ആണ് 10ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 10ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ 1084 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച കൈനറ്റിക് ഗ്രീന് ഒക്ടോബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1458 സ്കൂട്ടറുകളാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 34% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ കൈനറ്റിക് ഗ്രീനിന് സാധിച്ചിട്ടുണ്ട്. ഇയർ ഓൺ ഇയർ സെയിൽസിൽ 1% വളർച്ചയാണ് കൈവരിച്ചിരിക്കുന്നത്. ഇവരുടെ മാർക്കറ്റ് ഷെയർ 1%-ലും താഴെയാണ്. റിവർ ഇന്ത്യയാണ് 9ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 9ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ 1682 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവർ ഇന്ത്യക്ക് ഒക്ടോബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1601 സ്കൂട്ടറുകൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 4% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 332% വളരെ മികച്ച വളർച്ചയാണ് റിവർ ഇന്ത്യ കൈവരിച്ചിരിക്കുന്നത്. 1% ഇവരുടെ മാർക്കറ്റ് ഷെയർ. പ്യൂർ ഇവി ആണ് 8ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 8ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ 1762 ഇരുചക്ര വാഹനങ്ങൾ വിൽപ്പന നടത്താൻ സാധിച്ച പ്യൂർ ഇവിക്ക് ഒക്ടോബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1706 ഇരുചക്ര വാഹനങ്ങൾ മാത്രമാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 3% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 409% വളരെ മികച്ച വളർച്ചയാണ് പ്യൂർ ഇവി കൈവരിച്ചിരിക്കുന്നത്. 1.3% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ബിഗോസ് 7ാം സ്ഥാനത്ത് തന്നെ തുടരുന്നു. സെപ്റ്റംബർ മാസത്തിൽ 2270 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബിഗോസിന് ഒക്ടോബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 2932 സ്കൂട്ടറുകളാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 29% മികച്ച വളർച്ച കൈവരിക്കാൻ ബിഗോസിന് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇയർ ഓൺ ഇയർ സെയിൽസിലും 45% വളരെ മികച്ച വളർച്ചയാണ് ബിഗോസ് കൈവരിച്ചിരിക്കുന്നത്. 2% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഒരുപാട് കാലമായിട്ട് 6ാമത്തെ പൊസിഷനിൽ തന്നെയാണ് ഗ്രീവ്സിനെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുള്ളത്. ഇത്തവണയും അതെ. സെപ്റ്റംബർ മാസത്തിൽ 4271 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഗ്രീവ്സിന് ഒക്ടോബർ മാസത്തിൽ വളരെ മികച്ച വിൽപ്പനയാണ് നടത്താൻ സാധിച്ചത്. 7629 യൂണിറ്റ്സ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 78% വളരെ മികച്ച വളർച്ചയാണ് ആംപിയർ കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 91% വളരെ മികച്ച വളർച്ച കൈവരിക്കാനും സാധിച്ചിട്ടുണ്ട്. 5% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഇനി നമുക്ക് ടോപ്പ് 5 ലിസ്റ്റിൽ ആരൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ഹീറോ മോട്ടോകോർ വിഡയാണ് 5ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 5ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. വിഡയും ഓലയും തമ്മിൽ വിൽപ്പനയുടെ നമ്പറിൽ അധിക വ്യത്യാസമൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഒക്ടോബറിലെ വിൽപ്പനയുടെ ആദ്യ പകുതിയിൽ, അതായത് 1 മുതൽ 15 വരെയുള്ള ദിവസങ്ങളിൽ വിഡ ഓലയുടെ മുന്നിൽ 4ാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും ഒക്ടോബർ 31 ആയപ്പോഴേക്കും ഓല തിരിച്ച് 4ാം സ്ഥാനത്തേക്ക് തന്നെ വരികയായിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ 12736 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച വിഡയ്ക്ക് ഒക്ടോബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 15934 സ്കൂട്ടറുകളാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 25% മികച്ച വളർച്ച കൈവരിക്കാൻ ഹീറോ മോട്ടോകോർ വിഡയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിലും 118% വളരെ മികച്ച വളർച്ചയാണ് വിഡ കൈവരിച്ചിരിക്കുന്നത്. 11% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഓലയാണ് 4ാം സ്ഥാനത്തുള്ളത്. കഴിഞ്ഞ തവണയും ഇവർ 4ാം സ്ഥാനത്ത് തന്നെയായിരുന്നു. സെപ്റ്റംബർ മാസത്തിൽ 13371 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓലയ്ക്ക് ഒക്ടോബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 16034 സ്കൂട്ടറുകളാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 19% മികച്ച വളർച്ച കൈവരിക്കാൻ ഓലയ്ക്ക് സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 41% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 11.6% ഇവരുടെ മാർക്കറ്റ് ഷെയർ. കഴിഞ്ഞ തവണയാണ് ഏത്തർ ആദ്യമായി ഓലയെ മറികടന്ന് 3ാം സ്ഥാനത്തെത്തിയത്. പിന്നീട് അങ്ങോട്ട് വളരെ മികച്ച വിൽപ്പനയാണ് ഏത്തർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സെപ്റ്റംബർ മാസത്തിൽ 18109 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഏത്തറിന് ഒക്ടോബർ മാസത്തിൽ 28061 സ്കൂട്ടറുകളാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 54% വളരെ മികച്ച വളർച്ചയാണ് ഏത്തർ കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിലും 75% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ ഏത്തറിന് സാധിച്ചിട്ടുണ്ട്. 19.6% ഏത്തറിന്റെ മാർക്കറ്റ് ഷെയർ. അങ്ങനെ ഒരുപാട് കാലത്തിന് ശേഷം ടി വി എസ് ഒരു പടി താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. 1ാം സ്ഥാനത്തുണ്ടായിരുന്ന ടി വി എസ് ഒക്ടോബർ മാസത്തെ
വിൽപ്പനയിൽ 2ാം സ്ഥാനത്താണുള്ളത്. ഇത്തവണ കിരീടം ബജാജ് ചേതകിന് നൽകിയിരിക്കുകയാണ്. സെപ്റ്റംബർ മാസത്തിൽ 22,481 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച TVS iQube ഒക്ടോബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 29,484 സ്കൂട്ടറുകളാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 31% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ TVS iQube സാധിച്ചിട്ടുണ്ട്. പക്ഷേ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 1% ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 20.7% ഇവരുടെ മാർക്കറ്റ് ഷെയർ. അങ്ങനെ ബജാജ് ചേതക് 1ാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. സെപ്റ്റംബർ മാസത്തിൽ 19,519 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ബജാജ് ചേതകിന് ഒക്ടോബർ മാസത്തിൽ 31,168 സ്കൂട്ടറുകൾ വിൽപ്പന നടത്താൻ സാധിച്ചിട്ടുണ്ട്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 59% വളരെ മികച്ച വളർച്ചയാണ് ബജാജ് ചേതക് കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ ഇയർ ഓൺ ഇയർ സെയിൽസിൽ 10% വളർച്ച കൈവരിക്കാൻ ബജാജ് ചേതകിന് സാധിച്ചിട്ടുണ്ട്. 21% ഇവരുടെ മാർക്കറ്റ് ഷെയർ. ഒരു മിനിറ്റ് പോകാൻ വരട്ടെ. റിവോൾട്ട് മോട്ടോഴ്സ്, സിമ്പിൾ വൺ, ഓപ്പൺ റോർ, അൾട്രാ വയലറ്റ് ഇവരുടെ ഡീറ്റെയിൽസ് കൂടി നമുക്ക് നോക്കാം. സെപ്റ്റംബർ മാസത്തിൽ 695 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച റിവോൾട്ട് മോട്ടോഴ്സിന് ഒക്ടോബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 1343 ബൈക്കുകളാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 93% വളരെ മികച്ച വളർച്ച കൈവരിക്കാൻ റിവോൾട്ടിന് സാധിച്ചിട്ടുണ്ട്. സിമ്പിൾ വണ്ണിന് സെപ്റ്റംബർ മാസത്തിൽ 616 സ്കൂട്ടറുകളാണ് വിൽപ്പന നടത്താൻ സാധിച്ചത്. അതേ സ്ഥാനത്ത് ഒക്ടോബറിൽ അവർ വിൽപ്പന നടത്തിയത് 973 സ്കൂട്ടറുകളാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 57% വളരെ മികച്ച വളർച്ചയാണ് സിമ്പിൾ വൺ കൈവരിച്ചിരിക്കുന്നത്. അതേപോലെ സെപ്റ്റംബർ മാസത്തിൽ 303 ബൈക്കുകൾ വിൽപ്പന നടത്താൻ സാധിച്ച ഓപ്പൺ റോറിന് ഒക്ടോബർ മാസത്തിൽ വിൽപ്പന നടത്താൻ സാധിച്ചത് 353 ബൈക്കുകളാണ്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 16% വളർച്ചയാണ് കൈവരിക്കാൻ സാധിച്ചത്. അൾട്രാ വയലറ്റ് സെപ്റ്റംബറിൽ 111 ബൈക്കുകൾ വിൽപ്പന നടത്തി. അതേ സ്ഥാനത്ത് ഒക്ടോബറിൽ 77 ബൈക്കുകൾ മാത്രമാണ് അവർക്ക് വിൽപ്പന നടത്താൻ സാധിച്ചത്. മന്ത് ഓൺ മന്ത് സെയിൽസിൽ 30% വലിയൊരു ഇടിവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് X47 വേണ്ടി ആളുകൾ കാത്തിരിക്കുന്നത് കൊണ്ടാണ് അൾട്രാ വയലറ്റിന്റെ സെയിൽസ് കുറഞ്ഞതെന്നാണ്. ഈ വണ്ടി ഡെലിവറി ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവർക്ക് സെയിൽസ് കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഈ വീഡിയോയിൽ നമ്മൾ കാണിച്ചിരിക്കുന്ന എല്ലാ ഡാറ്റാസും എടുത്തിരിക്കുന്നത് വാഹൻ എന്ന് പറഞ്ഞ ഗവൺമെന്റ് വെബ്സൈറ്റിൽ നിന്നാണ് കേട്ടോ. അത് പറയാൻ കാരണം മറ്റൊന്നുമല്ല, എല്ലാ മാസത്തിലെയും ആദ്യത്തെ ഒരാഴ്ച ഇതിൽ ചെറിയ അപ്ഡേറ്റുകൾ നടത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ഡാറ്റയിൽ വളരെ ചെറിയ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.